ശ്രീ മുഹമ്മദ് റിയാസ്, നാളെ അങ്ങടക്കം വിജയിച്ചു വരുമ്പോൾ എത്ര പേര് LDFിൻ്റെ MLA-മാരായിട്ടുണ്ടാവും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു റഫായിട്ടുള്ളൊരു കാൽക്കുലേഷൻ? പാർട്ടിയുടെയൊക്കെ മൊത്തത്തിലുള്ള കണക്കുകൾ നമ്മൾ ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ 76 മുതൽ 80 വരെ സീറ്റുകൾ നേടിയേക്കാം LDF എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ക്യാമ്പുകളിലുള്ളൊരു ആത്മവിശ്വാസം. 3ാം തവണയാണ്, 10 വർഷത്തിന് ശേഷമാണ്. അല്ല, അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ താഴെത്തട്ടുള്ള കണക്കെടുത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്ത് അതിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി മീഡിയയോട് പറഞ്ഞാണ് ഞങ്ങളുടെ കണക്ക്. അതെന്തായാലും 90-ലധികം സീറ്റ് 90+ നേടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതാ ജയിക്കാൻ പോകുന്നു. അത് വ്യക്തിപരമായ സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള ഇൻറ്റേർണൽ ഇഷ്യൂസിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നടന്ന പ്രവർത്തനമാണ്. സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇതാ ജയിച്ചു എന്ന് പ്രചരിപ്പിച്ച് വോട്ട് എന്നാൽ പിന്നെ ഇവർ ജയിച്ചു, ഇവർക്ക് ചെയ്യാം എന്ന നിലയിൽ വോട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നടക്കാറ്. എന്നാൽ ഇവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇൻറ്റേർണൽ ഇഷ്യൂസിൽ ആര് സ്ഥാനത്ത് വരുമെന്ന് സാങ്കല്പികമായി ചിന്തിച്ച് ചില പ്രവർത്തനം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വർത്തമാനം വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നിശ്ചയിച്ച കണക്കെന്ന് പുറകോട്ട് പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങ് വിജയിച്ച് അങ്ങ് വരുന്നു, ഇനി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അങ്ങ് വിജയിച്ചു, പക്ഷേ LDFിന് ഒരു 70 സീറ്റ് അല്ലെങ്കിൽ 68 സീറ്റിൽ LDF നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാഹചര്യമാണ്. അങ്ങനെ വന്നാലും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സഭയിലേക്ക് വരില്ലേ? അല്ല, അങ്ങനെ വരുന്ന പ്രശ്നം വരുന്നില്ല. LDF വിജയിക്കും, മികച്ച വിജയം LDFിനുണ്ടാവും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രശ്നം വരുന്നില്ല. ഒരു കാര്യം കൂടി, വിജയിച്ച് കഴിഞ്ഞാൽ അങ്ങ് ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പോൾ LDFും വിജയിച്ചു, അങ്ങും വിജയിച്ചു, ഒരു രണ്ടും ഉറപ്പാവുന്ന കഴിഞ്ഞാൽ പിന്നെ കേരളം മുഴുവൻ നാളെ ആ തരംഗമായിരിക്കുമല്ലോ. അല്ല, ഞാൻ കൗണ്ടിങ് സ്റ്റേഷനിലാണ് ഉണ്ടാവുക. കൗണ്ടിങ് സ്റ്റേഷനിൽ നിന്നും എൻ്റെ സഖാക്കൾക്ക് ഒപ്പം ഉണ്ടാവും. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി പറയാൻ, സാധ്യമാകുന്ന എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ടോ. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവരെയും കാണാൻ ശ്രമിക്കും. നിസ്വാർത്ഥമായി നിന്ന എല്ലാവരെയും നമ്മൾ കാണാൻ ശ്രമിക്കും. പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ തീർച്ചയായിട്ടും വിളിക്കും. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, അത് വ്യക്തിപരമായി എടുക്കരുത് എന്ന് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളോട് ഇതിനെ അല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും ഒരു കുത്തോ കോമയോട്ട് പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ പൊതുവേ കഴിഞ്ഞ തവണ ചെയ്ത കാര്യം എന്താണോ അതാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണയും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്.